തിരഞ്ഞെടുപ്പ് തലയ്ക്ക് മുകളിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മന്ത്രിക്കസേരയാണ് മുഖ്യം എല്ലാവർക്കും. ആ ഒരൊറ്റ എല്ലിൻ കഷ്ണത്തിന് വേണ്ടി അന്ന് വരെ കൂടെ നിന്ന് ജയ് വിളിച്ച പാർട്ടിയെ പോലും തള്ളിപ്പറയാൻ മടിക്കാത്ത രാഷ്ട്രീയ നാടകങ്ങൾക്കാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളം സാക്ഷ്യം വഹിക്കുന്നത്. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു മണിക്കൂറുകൾക്കകം തങ്ങളുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷം റോഡ് ഷോ ഉൾപ്പെടെ നടത്തി പൊതുജനങ്ങൾക്കിടയിൽ മൂന്നാം വട്ടവും ആത്മവിശ്വാസത്തോടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇടതിനുള്ളിൽ കല്ലുകടിച്ചത് ജി സുധാകരനാണ്. അമ്പലപ്പുഴയിൽ ജി സുധാകരനെ പിന്തുണയ്ക്കാനൊരുങ്ങി UDF രംഗത്ത് വന്നതോടെ നീണ്ട വർഷങ്ങളുടെ വിപ്ലവത്തിന്റെ ചെങ്കൊടി മാറ്റിവെച്ച് സുധാകരൻ കൈകൊടുക്കാൻ പോവുകയാണ് കോൺഗ്രസ്. പാർട്ടിയോട് പിണങ്ങിയ മുൻമന്ത്രി ജി സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിനു പിന്നാലെ സുധാകരൻ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചിരുന്നുവെങ്കിലും അമ്പലപ്പുഴയിലെ പിന്തുണ UDF പ്രഖ്യാപിച്ചിരുന്നില്ല. സുധാകരനുള്ള പിന്തുണ കഴിഞ്ഞ ദിവസങ്ങളിൽ UDF നേതാക്കൾക്കിടയിൽ ചർച്ചയായിരുന്നു. നേതാക്കൾ സുധാകരനുമായും ചർച്ച നടത്തി. സുധാകരനും പിന്തുണ സ്വീകരിക്കാൻ തയ്യാറായതോടെയാണ് അമ്പലപ്പുഴയിലെ പിന്തുണ പരസ്യമായത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു പാർട്ടി മാത്രമല്ല, അതൊരു ആശയമാണ്, ഒരു ശാസനയാണ്, ഒരു കൂട്ടായ്മയുടെ പ്രതിജ്ഞയാണ്. ആ പ്രസ്ഥാനത്തിന്റെ അടിത്തറയിൽ പതിഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തം ഒന്നാണ്: പാർട്ടിക്ക് മുകളിൽ ആരുമില്ല, ഒരു നേതാവും പാർട്ടിക്ക് അതീതരല്ല എന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വ്യക്തിപൂജയിലോ വ്യക്തി കേന്ദ്രിത രാഷ്ട്രീയത്തിലോ വിശ്വസിക്കുന്നില്ല. അത് വിശ്വസിക്കുന്നത് സംഘടനയുടെ ശക്തിയിലും കൂട്ടായ തീരുമാനങ്ങളിലുമാണ്. ഈ ആശയം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പലവട്ടം ശക്തമായി ഉയർത്തി പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ശാസന എന്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് MM മണി പറഞ്ഞ വാക്കുകൾ ഏറെ പ്രസക്തമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വ്യക്തികൾക്ക് മുകളിലാണ് പാർട്ടി. പാർട്ടി ഇല്ലാതെ ഒരാളും നേതാവാകുന്നില്ല. നാളെ മണി എന്ന താൻ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാലും പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിക്കാനില്ല എന്നത് ഈ വാക്കുകൾ വെറും രാഷ്ട്രീയ പ്രസ്താവനയല്ല, അതൊരു പ്രസ്ഥാനത്തിന്റെ ഉറച്ച, ഇളക്കം തട്ടാത്ത മുദ്രാവാക്യമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നത് വ്യക്തികളുടെ കരുത്തുകൊണ്ടല്ല, മറിച്ച് സംഘടിതമായ ജനശക്തിയുടെയും ആശയത്തിന്റെയും ശക്തിയുടെയും കരുത്തുകൊണ്ടാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നത് അനേകം ത്യാഗങ്ങളുടെ വഴിയിലൂടെയാണ്. തൊഴിലാളികളും കർഷകരും വിദ്യാർത്ഥികളും ചേർന്ന് പണിതെടുത്ത പ്രസ്ഥാനമാണത്. ആ പ്രസ്ഥാനത്തിന്റെ കേന്ദ്രത്തിൽ ഒരു നേതാവോ ഒരു വ്യക്തിയോ ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ആശയം മാത്രമാണ്. സമത്വത്തിന്റെ ആശയം, തൊഴിലാളി അധികാരത്തിന്റെ ആശയം, ജനാധിപത്യത്തിന്റെ ആശയം. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായ തീരുമാനങ്ങൾക്കും പാർട്ടി ശാസനകൾക്കും ഇടയിൽ സംഘർഷമുണ്ടാകുമ്പോൾ പാർട്ടിയുടെ നിലപാട് അന്തിമമാകുന്നത്. ഇന്ന് അമ്പലപ്പുഴയിൽ ഉയർന്നിരിക്കുന്ന സാഹചര്യവും അതേ സത്യത്തെ വീണ്ടും മുന്നിൽ കൊണ്ടുവരികയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന ജി സുധാകരൻ പാർട്ടിയോട് പിണങ്ങി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിക്കുകയും അതിന് പിന്തുണ നൽകാൻ കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ കൂട്ടായ്മകൾ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു അടിസ്ഥാന ചോദ്യമാണ് ഉയരുന്നത്: കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ശക്തി വ്യക്തികളിലാണോ, ആശയത്തിലാണോ? ഈ ചോദ്യത്തിന് ഉത്തരം അറിയാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം നോക്കിയാൽ മതി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരിക്കലും വ്യക്തികേന്ദ്രിത രാഷ്ട്രീയത്തിൽ അംഗീകരിച്ചിട്ടില്ല. പാർട്ടി ശാസന ലംഘിച്ചാൽ അതിന്റെ ഫലങ്ങൾ എല്ലാവരും ഒരേപോലെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് നേതാവായാലും സാധാരണ പ്രവർത്തകനായാലും വ്യത്യാസമില്ല. ഇതാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ തന്നെ പ്രത്യേകത. അമ്പലപ്പുഴയിലെ രാഷ്ട്രീയ പോരാട്ടം ഇന്ന് വ്യക്തമായി മാറിയിരിക്കുന്നു. പാർട്ടിയോട് പിണങ്ങി സ്വതന്ത്രനായി രംഗത്തിറങ്ങിയ ജി സുധാകരൻ ഇന്ന് അമ്പലപ്പുഴയിൽ ജയിക്കുമെന്ന പ്രതീക്ഷയിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ അവഗണിക്കുന്നത് പോലെയാണ്. കാരണം അമ്പലപ്പുഴയിൽ ശക്തമായി നിലകൊള്ളുന്നത് വ്യക്തി രാഷ്ട്രീയമല്ല, സംഘടിതമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. ഇപ്പോൾ അവിടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് H സലാമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ശക്തമായ സംഘടനാ അടിത്തറയും പ്രവർത്തകരുടെ കൂട്ടായ്മയും ഇടതുപക്ഷ ജന പിന്തുണയും അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട്. അമ്പലപ്പുഴയിൽ വർഷങ്ങളായി രൂപപ്പെട്ട ഇടതുപക്ഷ ശക്തി ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ മത്സരത്തിലൂടെ തകർന്നു പോകുമെന്ന് കരുതുന്നത് രാഷ്ട്രീയ ഭ്രമം മാത്രമാണ്. അതും സുധാകരനെ പോലെ പാർട്ടിയെ കുറിച്ച് വ്യക്തമായ ബോധമുള്ള ഒരു മുതിർന്ന നേതാവ് തീർത്തും ബാലിശമായി അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ ഗതികേടെന്നല്ലാതെ എന്തു പറയാം? ഇതിലും കൂടുതൽ രാഷ്ട്രീയ വിചിത്രത മറ്റൊന്നാണ്. പാർട്ടിയോട് പിണങ്ങി ഇറങ്ങുന്നവരെ പിടിച്ചെടുക്കാൻ എപ്പോഴും തയ്യാറാക്കി നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. സ്വന്തം ശക്തിയിൽ ജയിക്കാനാകാത്തിടത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞവരെ സ്വതന്ത്രൻ എന്ന പേരിൽ മുന്നിൽ നിർത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ശ്രമം കേരളം പലവട്ടം കണ്ടതാണ്. ഇതൊരു പുതിയ തന്ത്രമല്ല. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ചിലരെ സ്വന്തം രാഷ്ട്രീയ കളിയുടെ പാവകളാക്കുന്ന പഴയ കോൺഗ്രസ് ശൈലി തന്നെയാണ് ഇത്. പക്ഷെ അമ്പലപ്പുഴയുടെ ചരിത്രം വേറെയാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം വളർന്നത് വ്യക്തികളുടെ കരുത്തുകൊണ്ടല്ല, തൊഴിലാളികളും കർഷകരും സാധാരണ ജനങ്ങളും ചേർന്ന് പണിതെടുത്ത കൂട്ടായ പ്രസ്ഥാനത്തിന്റെ കരുത്തിലാണ്. ആ ശക്തി ഒരു വ്യക്തിയുടെ പടലപ്പിണക്കം കൊണ്ട് തകർക്കാനാകുമെന്ന് കരുതുന്നത് യാഥാർത്ഥ്യ ബോധമില്ലാത്ത രാഷ്ട്രീയ കണക്കുകൂട്ടലാണ്. അതേസമയം പാർട്ടിക്കെതിരെ പരസ്യമായി സംസാരിക്കുകയും വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത സംഭവങ്ങളും സുധാകരനെ ചുറ്റിപ്പറ്റി വിവാദമുണ്ടാക്കിയിട്ടുണ്ട്.
ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പഴയ തിരഞ്ഞെടുപ്പുകളിലെ തപാൽ വോട്ടുകളെ കുറിച്ച് നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ കേസ് വരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു. ഇന്ന് അമ്പലപ്പുഴയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ നിലനിൽപ്പിനായുള്ള പോരാട്ടമാകാം. പക്ഷേ ഇടതുപക്ഷ പ്രവർത്തകർക്ക് അതിലപ്പുറമാണ്. അത് പാർട്ടി ശാസനയുടെ, സംഘടനയുടെ, ആശയത്തിന്റെ അഭിമാനത്തിനായുള്ള പോരാട്ടം. അതിനാൽ രാഷ്ട്രീയ യാഥാർത്ഥ്യം വളരെ വ്യക്തമാണ്. സംഘടിതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ശക്തിയും പ്രവർത്തക ശക്തിയും മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ സ്വതന്ത്രനായി ഇറങ്ങുന്ന ജി സുധാകരന് അമ്പലപ്പുഴയിൽ വിജയ സാധ്യത വളരെ പരിമിതമാണ്. പാർട്ടിയെ വിട്ട് വ്യക്തിപരമായ രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് ഇറങ്ങുന്നവർക്ക് ചരിത്രം പലവട്ടം പാഠം നൽകിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരെ നിൽക്കുന്നത് എളുപ്പമാകാം, പക്ഷെ ആ പ്രസ്ഥാനത്തെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ല.